السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم ادفع بلياتنا يا دافع البليات. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. جل مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ പരിശുദ്ധമായ മുഹറം മാസത്തിലെ അതിമഹത്തായ വളരെയേറെ പുണ്യമുള്ള പോരിശയുള്ള മുഹറം 10 ദിവസത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരുപാട് മഹത്വങ്ങൾ മുഹറം 10 ഇന്നലത്തെയും മിനിഞ്ഞാനത്തെയും ക്ലാസ്സിലൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്. പ്രത്യേകിച്ച് ദുആക്ക് ഇജാബത്തുള്ള വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മുഹറം 10 ദിവസം. നിങ്ങളെല്ലാവരും നോമ്പുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. നമ്മൾ ഒരുപാട് ദിക്റുകളും സലാത്തുകളും പറയാൻ പോവാണ്. ഈ മുഹറം 10 പോരിശ നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ വർഷം വളരെ റാഹത്തോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ നല്ല അന്തസ്സോടെ ജീവിക്കാനുള്ള കുറച്ച് ദിക്റുകളും സലാത്തുകളുമാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ മജ്ലിസിൽ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാരണം നമ്മളെ മജ്ലിസിലേക്ക് ഒരു 10 ആളെങ്കിലും നിങ്ങൾ പങ്കെടുപ്പിക്കണമെന്ന് കൂടെ ഉണർത്തുകയാണ്. അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ മജ്ലിസ് അള്ളാഹു ഉന്നതയിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് ഉയർത്തി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ചെല്ലുന്നതും ഞങ്ങൾ പറയുന്നതും ഒക്കെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഈ മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മുഹറം 10 ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ആദ്യമായി നമ്മൾ ചെല്ലാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. നമ്മളെ മജ്ലിസിൽ പല പ്രാവശ്യമായി നമ്മൾ ചൊല്ലിയ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. ഈ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന പോരിശ എന്താണ്, നമ്മൾക്ക് ലഭിക്കുന്ന മഹത്വം എന്താണെന്ന് ആദ്യം ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് ചുരുക്കി വിവരിക്കാം. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഖം മുഴുവനും അതിനുള്ളതാ, 99 രോഗത്തിനിതു നല്ലതാ, ഇതു ചൊല്ലി സ്വപ്നമിൽ എന്നു കണ്ടാൽ നല്ലതാ, നിധി കിട്ടണം എന്നുള്ളതും കൗലുള്ളതാ. അപ്പൊ ലാ ഹൗല നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ദാരിദ്ര്യ രോഗം പിന്നെ ഭയക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം നമ്മൾ ചൊല്ലി ഈ വർഷം മുഴുവനും ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ നമ്മൾക്ക് ജീവിക്കണം. മാത്രമല്ല താഴെ ഉസ്താദ് പറയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ 99 രോഗത്തിന് മരുന്നാണ്. മാത്രമല്ല ധനം നമ്മളെ കയ്യിലേക്ക് എത്തും. മാത്രമല്ല നിധി കിട്ടുമെന്ന് വരെ മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിധി കിട്ടിയിട്ടില്ലെങ്കിലും സാമ്പത്തികമായ അഭിവൃദ്ധിയെങ്കിലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥതയോട് ചൊല്ലിക്കോളൂ. ഒരു ഔദു ബിസ്മി പറഞ്ഞാണി. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 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 لا حول ولا قوة إلا بالله العلي العظيم 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 അല്ലാഹുവേ ഞങ്ങൾ 33 പ്രാവശ്യം ലാ ഹൗല ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ, ബറക്കത്ത് നൽകണേ അല്ലാഹ്, ചൊല്ലിയത് സ്വീകരിക്കണേ റഹ്മാനെ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ, നിധി ലഭിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ, രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ, ദാരിദ്ര്യത്തിനെ തൊട്ടുകാക്കണേ അല്ലാഹ്. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാഹ്. അതിന് ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ കാരണമാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലുന്നത്, ഇന്നലെ ഇതിന്റെ മഹത്വം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആശുറാന്റെ ദിവസം പ്രത്യേകം ചെല്ലാൻ മഹാന്മാര് നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ, മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്, ആഫത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണേ റഹ്മാനെ, ഐക്യം നൽകണേ അല്ലാഹ്, കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്.
അല്ലാ, മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് അള്ളാഹുവിന്റെ ഇസ്മിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ഈ ഇസ്മുൽ ആലമാണെന്ന് വരെ മഹാന്മാര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇസ്മുൽ ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേര് കൊട്ടി ദുആ ചെയ്താൽ ഉടനെ അള്ളാഹു ഇജാബത്ത് നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആത്മാർത്ഥതയോടുകൂടെ പറയുക, അള്ളാഹു നമ്മളെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ഈ മുഹറം 10 മജ്ലിസ് അള്ളാഹു കബൂൽ ചെയ്താൽ ഈ വർഷം മുഴുവൻ നമ്മൾക്ക് റാഹത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിക്കോളൂ, യാ അല്ലാഹു യാ അല്ലാഹ്, 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 യാ അല്ലാഹു യാ അല്ലാഹ്. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നിന്റെ ഇസ്മുൽ അസ്മാഉൽ ഹുസ്നയിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്മാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാഹ്. സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ ഇനി അടുത്ത മാസങ്ങളിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിന് ഈ മജ്ലിസും ഈ ഇസ്മും കാരണമാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് മുഹറം 10 ഇന്നത്തെ ദിവസം എല്ലാം നമ്മൾ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിക്കോളൂ. ഈ പറയാൻ പോകുന്ന ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു ഒരുപാട് നേട്ടങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ട്. ഏതാണ് ആ ദിക്ർ? ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഈ കൊല്ലം മുതൽ ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ റബ്ബേ.
ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ, ഭക്ഷണത്തിൽ വിശാല നൽകണേ റബ്ബേ. ഓരോരുത്തരും പല ഉദ്ദേശങ്ങൾ വെച്ചാണ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത്, ദിക്ർ ചൊല്ലുന്നത്. ആ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മളൊരു ഇസ്മാണ് ചൊല്ലുന്നത്. ഈ ഇസ്മ നമ്മൾ പതിവാക്കണം. എല്ലാ പ്രയാസങ്ങളെ തൊട്ട്, ആഫത്ത് മുസീബത്തുകളെ തൊട്ട് രക്ഷയാണ്, അപകടങ്ങളെ തൊട്ട് രക്ഷയാണ്. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ചൊല്ലിക്കോളൂ, യാ സലാമു യാ അല്ലാ, 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 യാ സലാമു യാ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ടുകാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. എല്ലാ മുസീബത്തുകളെ തൊട്ടും സാധുക്കളായ ഞങ്ങളെ കാത്തോളണേ പടച്ചവനെ. സംരക്ഷിക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. ദുആ കബൂൽ ചെയ്യണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ഫാത്തിമിയ സ്വലാത്ത് ചൊല്ലുകയാണ്. ഒട്ടനവധി പോരിശകളുള്ള മഹത്വങ്ങളുള്ള വമ്പൻ സ്വലാത്താണിത്. ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിക്കോളൂ. നമ്മളെ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വെച്ചോളൂ. اللهم صل على النور وأهلي، 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 اللهم صل على النور وأهلي. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഫാത്തിമിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ റാഹത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. മുത്തുനബിയുടെ ബറക്കത്ത് നൽകണേ അല്ലാ, മുത്തുനബിയുടെ സഹായം നൽകണേ അല്ലാ, അവിടുത്തെ തൃപ്തി നൽകണേ അല്ലാ, അവിടുത്തെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് നമ്മളിനി സിഹിറിനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് കാവലായ പൈശാചികമായ ശ്രദ്ധകളെ തൊട്ട് നമ്മളെ കാക്കുന്ന വമ്പം പോരിശയുള്ള ദിക്റാണ് ചൊല്ലുന്നത്. ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിക്കോളൂ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, 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 അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ
മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവേ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് സിഹിറിനെ തൊട്ട് കാക്കണേ അല്ലാ, കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാ, കൈവശത്തിനെ തൊട്ട് കാക്കണേ അല്ലാ, ജിന്നബാധയെ തൊട്ട് കാക്കണേ അല്ലാ, പോക്കുവരവിനെ തൊട്ട് കാക്കണേ അല്ലാ, പൈശാചികമായ എന്ത് ഷർറുകളുണ്ടെങ്കിലും കാത്ത് രക്ഷിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ചെല്ലാൻ പോകുന്നത് ഈ മഹത്തായ ദിവസത്തിൽ ചെല്ലാൻ മഹാന്മാര് നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പോരിശകളുള്ള ആഫത്ത് മുസീബത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ആത്മാർത്ഥതയോട് സ്ക്രീനിൽ നോക്കി ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇനി നമ്മൾ അഫ്ളൽ ദിക്ർ ചൊല്ലുകയാണ്. ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിക്കോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും വലിയ ദിക്ർ ആത്മാർത്ഥതയോട് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഈമാൻ എന്നാക്കി തരണേ റഹ്മാനെ. സത്യവിശ്വാസികൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ ഇഷ്ടദാസന്മാരിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ചൊല്ലിക്കോളൂ. ഇനി ഇസ്തിഗ്ഫാറാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, പാപങ്ങളൊക്കെ പൊറുക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം
അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ ഞങ്ങളെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ റഹ്മാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപികളാണ് അല്ലാ, ദോഷികളാണ് അല്ലാ. ഞങ്ങളെ ദോഷങ്ങൾ പുറത്തു തരണേ റഹ്മാനെ, ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ, കാവല് നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. കടങ്ങളുള്ള ഒരുപാട് ആളുകൾ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. വീടില്ലാത്ത ആളുകളുണ്ട്, ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട് അല്ലാഹുവേ. ഓലമേഞ്ഞ വീടുകളിൽ കഴിയുന്ന ആളുകളുണ്ട്. നല്ല വീട് നൽകണേ റഹ്മാനെ, അനുഗ്രഹമുള്ള വീട് നൽകണേ അല്ലാ, ബറക്കത്തുള്ള വീട് നൽകണേ അല്ലാ. ഞങ്ങളെ ഭക്ഷണങ്ങളിൽ വിശാല നൽകണേ അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ. മക്കളുടെ ജോലിയിൽ, ഭർത്താക്കന്മാരുടെ ജോലിയിലൊക്കെ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. ഈ മുഹറം 10 ബർക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ, ആയുരാരോഗ്യം നൽകണേ അല്ലാ. ഇത്രയും കാലം ഞങ്ങൾ ചെയ്ത ഇബാദത്തുകൾ, നോമ്പുകൾ സ്വീകരിക്കണേ അല്ലാ. അടച്ചവനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ, സുഖപ്രസവം നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് റാഹത്തോടെ പ്രസവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ലാ, ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ലാ. ഐക്യമുള്ള ജീവിതം നൽകണേ അല്ലാ. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, അകറ്റിത്തരണേ റഹ്മാനെ. കണ്ണേറ് സീറിനെ തൊട്ടുകാക്കണേ അല്ലാ, കൈവശത്തിനെ തൊട്ടുകാക്കണേ അല്ലാ, പൈശാചികമായ സെറുകളെ തൊട്ടുകാക്കണേ അല്ലാ, ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ടുകാക്കണേ റഹ്മാനെ. നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാൻ ഞങ്ങളെ മക്കൾക്ക് മനസ്സും തൗഫീഖും നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, വല്ലുപ്പ വല്ലുമ്മമാര്, ജ്യേഷ്ഠനിയന്മാര്, അവരെ ഭാര്യ മക്കൾ, കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, ഞങ്ങളെ ഭക്ഷണം തന്നവര്, കൂട്ടുകാരുണ്ട് അല്ലാ, സ്നേഹിച്ചവര്, സഹായിച്ചവര്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾക്കൊക്കെ ഖൈറും ബറക്കത്തും സാമ്പത്തികമായ അഭിവൃദ്ധിയും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ, റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളെ തൊട്ടുകാക്കണേ അല്ലാ. ഞങ്ങളെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ അല്ലാ. ഞങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ അകറ്റണേ റഹ്മാനെ. പടച്ചവനെ, സ്വർഗം നൽകണേ, ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ, അർശിന്റെ തണൽ നൽകണേ, ശഫാഅത്ത് നൽകണേ, ഹൗദുൽ കൗസർ നൽകണേ, ജീവിത വിജയം നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പടച്ചവനെ. ഒരുപാട് ആളുകൾ പലതും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്താണോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത് അതൊക്കെ നടപ്പിലാക്കി കൊടുക്കണേ അല്ലാ. എന്ത് പ്രയാസമാണെങ്കിലൊക്കെ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത ആളുകളുണ്ട്, അവർക്കൊക്കെ ഖൈർ നൽകണേ അല്ലാ. ആമീൻ പറയുന്നവർക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ലൈക്ക് ചെയ്യുന്നവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈമാനും തഖ്വയും നൽകണേ അല്ലാ. അവസാനം ഈമാനോടെ മരിക്കാലെ തൗഫീഖ് നൽകണേ അല്ലാ. കലിമ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. നരകത്തിനെ തൊട്ടുകാത്തോളണേ അല്ലാ, നരകത്തിനെ തൊട്ടുകാക്കണേ അല്ലാ. ഇബാദത്ത് ചെയ്യാനുള്ള മടിയെ തൊട്ടുകാക്കണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ, നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ, മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഭാഗ്യം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.